എറണാകുളം കളമശ്ശേരിയിൽ ചരക്ക് തീവണ്ടി പാളം തെറ്റി ട്രെയിൻ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. ആലുവ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന വിവരമാണ് റിയ ബേബി നൽകുന്നത്. റിയ, ചരക്ക് തീവണ്ടി പാളം തെറ്റി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. എന്താണ് അവിടെ സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ എന്താണ്? രതീഷിത് കളമശ്ശേരിക്ക് സമീപമാണ് ഈ ചരക്കു തീവണ്ടി പാളം തെറ്റുകയും അതോടൊപ്പം തന്നെ വൈദ്യുതി പോസ്റ്റിൽ പോയി ഇടിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരിക്കുന്നത് അല്പസമയം മുമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൂടെയുള്ള ആലുവ വഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ വ്യക്തമാക്കുന്നത് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പ്രതിസന്ധി മറികടക്കാനാകും, പരിഹരിക്കാനാകും, ട്രെയിൻ ഗതാഗതം സാധാരണ പോലെ പുനഃസ്ഥാപിക്കാനാകും എന്നുള്ളതാണ്. ഈ എഞ്ചിൻ വേർപെട്ട് വൈദ്യുതി പോസ്റ്റിൽ പോയി ഇടിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എഞ്ചിൻ വൈദ്യുതി പോസ്റ്റിൽ പോയി ഇടിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. എന്തായാലും മറ്റ് ആളപായമോ മറ്റു പ്രശ്നങ്ങളോ സംഭവിച്ചിട്ടില്ല എന്നും റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട്. 5:30 തന്നെ പ്രശ്നം പരിഹരിക്കുകയും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് റെയിൽവേ പങ്കുവെക്കുന്നത്. എന്തായാലും വളരെ ഗൗരവമുള്ള ഒരു അപകടമാണല്ലോ. ദൃശ്യങ്ങൾ കാണുമ്പോൾ റിയ നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ പാളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി അല്ലേ എഞ്ചിൻ ഭാഗം? അതെ, ഈ ഷണ്ടിങ്ങിനിടെ എഞ്ചിൻ വിഭാഗം പാളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും വൈദ്യുതി പോസ്റ്റിൽ പോയി ഇടിച്ചു നിൽക്കുകയുമാണ് ചെയ്തത്. അതാണ് അതിന്റെ ഒരു ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറായി റെയിൽവേ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. 5:30 അത് പരിഹരിക്കുമെന്ന് റെയിൽവേ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ചില സൂചനകൾ ലഭിക്കുന്നത് കളമശ്ശേരി FICTയിൽ നിന്ന് ചരക്കുമായി വരുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും കളമശ്ശേരിക്ക് സമീപത്ത് വെച്ചാണ് ഈ പാളം തെറ്റി അപകടം ഉണ്ടായിരിക്കുന്നത്. ആളപായം ഉണ്ടായില്ല എന്നത് മാത്രമാണ് ആശ്വാസകരം. ജീവനക്കാർക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിയുണ്ടോ? അത്തരം വിവരങ്ങൾ റെയിൽവേ പങ്കുവയ്ക്കുന്നുണ്ടോ? റെയിൽവേ വ്യക്തമാക്കുന്നത് ആർക്കും പരിക്കുകളില്ല, അപായങ്ങളില്ല, ഇഞ്ചുറീസ് ഇല്ല എന്ന കാര്യമാണ് റെയിൽവേ അല്പസമയം മുമ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഈ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയും വൈദ്യുതി പോസ്റ്റിലുണ്ടായ തകരാറുകളടക്കം എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി തടസ്സപ്പെട്ടിട്ടുണ്ട്. അക്കാര്യങ്ങളാണ് ഒരു പ്രശ്നമായി റെയിൽവേ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റാളപായമില്ല, പരിക്കുകളില്ല എന്നത് റെയിൽവേ എടുത്തു പറയുന്നുണ്ട്. ഏത് പ്രധാന ലൈനാണോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? അക്കാര്യം റെയിൽവേയുടെ വാർത്താക്കുറിപ്പിലുണ്ടോ? പ്രധാന ലൈനാണോ, മറ്റ് യാത്രാ തീവണ്ടികൾ പോകുന്ന പാളമാണോ? ഇല്ല, അക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. റെയിൽവേ പറയുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് 1 മണിക്കൂറിനുള്ളിൽ ട്രെയിൻ ഗതാഗതം, ആലുവ ഭാഗത്തു നിന്നുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയും, മറ്റു പരിക്കുകളില്ല, മറ്റു പ്രതിസന്ധികളില്ല എന്നതാണ് റെയിൽവേ ആകെ അറിയിച്ചിരിക്കുന്ന കാര്യം. വിശദമായ ഒരു വാർത്താക്കുറിപ്പ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും റെയിൽവേ നിലവിൽ വ്യക്തമാക്കുന്നത് 1 മണിക്കൂറിനുള്ളിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും, പരിക്കുകളില്ല, വൈദ്യുതി താൽക്കാലികമായ മേഖലയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു വിവരങ്ങളടക്കം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ചില ദൃശ്യങ്ങളും ഈ വിവരങ്ങളുമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ലഭിച്ച ദൃശ്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ പാളത്തിൽ നിന്ന് പരിപൂർണമായി എഞ്ചിൻ ഭാഗം പുറത്തേക്ക് പോയി.